അമ്മ എന്നിട്ട് ഓളെ വീട്ടിലെ സെന്റർ കാണുമ്പോ വീടാക്കുകയോ ഓളെ റൂം ഓളെ അനിയത്തിന്റെ റൂമും ഓളെ റൂമും അച്ഛന്റെ റൂമും ഓളെ അമ്മേന്റെ റൂമും എല്ലാം സെപ്പറേറ്റ് ഇങ്ങനെ നമ്മള് സ്റ്റെപ്പ് കയറൂലേ അപ്പൊ ഇങ്ങനെ സൈഡിൽ നിന്ന് ലൈറ്റ് കത്തും. ഓളെ റൂം പറയണ്ട, ഫുള്ള് കളർഫുള്ള്. നമ്മളെ വീട് എപ്പാ ആവുക? അമ്മ എന്ത് ചെയ്യാനാ മോളെ? അതല്ല അച്ഛനല്ലേ ആക്കണ്ട്. അവിടെ കിടക്കുന്നത് പോയി ചോദിച്ചു നോക്കിയാ നീ എപ്പ ആക്കുന്നത്? ശരി. അച്ഛാ, ഞാൻ ഒരു കാര്യം പറഞ്ഞ അച്ഛനോട് ദേഷ്യപ്പെടുക? ദേഷ്യപ്പെടേണ്ട കാര്യം ദേഷ്യപ്പെടും. ദേഷ്യപ്പെടരുത്. നോക്കാം മോളെ, നീ പറഞ്ഞിട്ടല്ലേ ദേഷ്യപ്പെടുക വേണ്ടെന്ന് തീരുമാനിക്കുക. എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും വീടുണ്ട്, നമ്മളെ വീട് താവത്തെ. ചോദിച്ചാൽ ദേഷ്യപ്പെടാനുള്ള കാര്യമൊന്നുമില്ല. അത് മോളെ പ്രായത്തില് അച്ഛന് തോന്നുന്ന കാര്യങ്ങളാണ്. മോളാക്കണം ഒരുപാട് ആഗ്രഹമുണ്ട് അച്ഛന്. മോളാക്കണം ആഗ്രഹം ഉണ്ടാവില്ല നല്ലൊരു വീട്ടില് താമസിക്കണം, എന്റെ മക്കള് നല്ലൊരു വീട്ടിൽ താമസിക്കണം എന്ന് അച്ഛനും ആഗ്രഹം ഉണ്ടാവില്ലേ? അച്ഛനിപ്പോ എന്തെല്ലാം പറഞ്ഞാലും മോക്ക് മനസ്സിലാവുമൊന്നുമില്ല. വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മോൾ അതിനുള്ള പ്രായമായിട്ടില്ല. എന്നാലും കുറച്ച് കാര്യം അച്ഛൻ പറയട്ടെ. നമ്മൾ വീട്ടിലുള്ള മുട്ടയിലും പോകുമ്പോ നമ്മുടെ മുമ്പിൽ ഒരു ദിവസം നമ്മളൊരു മുട്ടായിലും മേടിച്ചു കൊടുത്ത് കുഞ്ഞു ഭാഗം കണ്ടത് ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ ഒരു അച്ഛനും അമ്മയായിട്ട് മുഷിഞ്ഞ വസ്ത്രമായിട്ട് അവർ രാത്രിയിൽ കിടന്നുറങ്ങുന്ന അച്ഛൻ കാണാനുണ്ട്. റെഡിയെന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടില് സ്റ്റാൻഡിലേക്ക് കയറുന്നില്ലേ, ആ വഴിയിൽ പിന്നെ ആ കടേന്റെ പുറത്ത് രാത്രി ഇങ്ങനെ അടയെ കിടന്നുറങ്ങാൻ. അങ്ങനെ ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് ആളുണ്ട് നമ്മുടെ ഈ ലോകത്ത്. നമ്മളെപ്പോഴും നമ്മളെ മുകളിൽ മാത്രം ചിന്തിക്കരുത്. ഈ കിടന്നുറങ്ങുന്ന വലിയ മണിമാളികൾ കിടന്നുറങ്ങുന്ന എല്ലാവരും സന്തോഷത്തോടെ കഴിയുന്നു ചിന്തിക്കുക. നോക്കച്ഛൻ പരമാവധി നമ്മൾ സന്തോഷത്തിലില്ലേ? നമ്മൾ പല സ്ഥലത്തും പോക്കുണ്ട്, നമ്മൾ അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കുന്നത്, ഇതെല്ലാം പോട്ട് അച്ഛനും അമ്മയും കൂടി മക്കളെപ്പുറം കളിക്കലുണ്ട്. അവരെപ്പോഴും എല്ലാത്തിനും കൂടെ ഇല്ലേ? ഇനി നമ്മൾ അങ്ങ് പിന്നെ അച്ഛനും അമ്മയും മക്കളെപ്പുറം കളിക്കില്ലേ? അങ്ങനെ ഒരുപാട് നമ്മൾക്ക് സന്തോഷത്തിന് കുറവൊന്നുമില്ല. നമുക്ക് സൗകര്യങ്ങൾ കുറച്ച് കുറവുണ്ട്. നമ്മൾ ചിലപ്പോൾ ഉറങ്ങുന്ന കട്ടിൽ ചിലപ്പം അധികം വലിയ പൈസയൊക്കെ ആയിരിക്കൂല. അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളെല്ലാം ഉണ്ട്. അത് മക്കളുടെ പ്രായത്തിൽ അച്ഛനായി തോന്നും. ഇനി ഇതെല്ലാം പോട്ടെ, നമ്മൾ 2-3 ദിവസം മുമ്പ് ഉരുൾപൊട്ടി നമ്മൾ കേട്ടിട്ടില്ലേ? വാർത്തയിലും കണ്ടിട്ടില്ലേ? ഫോണിൽ അച്ഛൻ നോക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ? ഈ 3 ദിവസമായിട്ട് നമ്മൾ മറ്റൊരു വാർത്തയും കാണുന്നു. ഒരുപാട് ആളുകൾ ഒഴുകിപ്പോയി, ഒരുപാട് ആളുകൾക്ക് ജീവൻ പോയി. അതിൽ കുഞ്ഞു മക്കളുണ്ട്. ചില മക്കൾക്ക് അച്ഛനമ്മയെ പോയിട്ടുണ്ടാവും, ചില അച്ഛനമ്മമാർക്ക് മക്കളെ പോയിട്ടുണ്ടാവും. അങ്ങനെ ഉറ്റവരെല്ലാം പോയിട്ട് അവരെല്ലാം വിഷമം മോളും ചിന്തിച്ചില്ല. അവരെത്രയോ വർഷം കൊണ്ട് അധ്വാനിച്ച വീട് ഒരു സ്കൂള് തന്നെ പോയി ഇല്ലേ? അങ്ങനെ നമ്മളെക്കാളും വിഷമം അനുഭവിക്കുന്ന ആളെ കുറിച്ചൊന്ന് ചിന്തിച്ചു. നമുക്ക് 4 ആൾക്കും വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാകും. മാരക അസുഖം വന്നേക്കാൻ ചിലപ്പോൾ, ഇപ്പൊ ഇല്ലല്ലോ. അങ്ങനെ എപ്പോഴും നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ നമുക്കും മുതിർന്ന വലിയ രീതിയിൽ ജീവിക്കുന്നവർ നോക്കണ്ടെന്ന് അച്ഛൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ താഴെയുള്ളവരിൽ നിന്ന് കാണുന്നിടയ്ക്ക് ആ കണക്കിന് ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഭാഗ്യമാണ്. അപ്പൊ താഴെ കിടക്കുന്നവരെ കണ്ടാൽ മാത്രം പോരാ, നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്നവരെ കൈപിടിക്കുകയും പോലും. ചിലപ്പോൾ സ്കൂളിലെല്ലാം കുറച്ച് പൊങ്ങച്ചെല്ലാം ഉണ്ടാവും. അത് കുട്ടികളെ പൊങ്ങച്ചാന്നേ, അവരറിഞ്ഞുകൊണ്ടൊന്നല്ല. കുട്ടികൾക്ക് പൊങ്ങച്ചുണ്ട്. നമുക്ക് നല്ലൊരു പുതിയ വസ്ത്രം ഇട്ടാൽ നമുക്ക് ഒരു സൊള്ളുണ്ടോ, ഒരു പൊങ്ങച്ചം. അതുപോലെ കുട്ടികളെ ചിലപ്പോൾ പറയും നമ്മളെ വീട് അങ്ങനെയാണ്, നിങ്ങൾക്ക് വീടായിട്ടില്ലെന്നെല്ലാം പറയുകയും ചെയ്യും. അതൊന്നും എന്തിനും അതിന്റെ ഗ്രന്ഥം എന്താ പറയേണ്ടതറിയാം? നമ്മൾ നല്ല സന്തോഷത്തോടെ ജീവിക്കും. നമുക്കൊന്നുമില്ലെങ്കിലും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് നമ്മളെക്കാളും മോശാവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനിപ്പോ അവരെ ചിന്തിക്കൽ എന്തൊക്കെയാന്ന് പറയണം കേട്ടാ. അപ്പൊ അങ്ങനെ പറയണം മാത്രമല്ല, അങ്ങനെ ചിന്തിക്കണം മോനെ കേട്ടാ. ഈ ചെറിയ പ്രായത്തിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ എന്നും കാണാൻ പറ്റും. ഒരുപാട് വേദനിക്കുന്നവരെ കാഴ്ചകൾ അവരെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കും. ഇതൊന്നും അച്ഛൻ വീടാക്കാണ്ടിരിക്കാൻ പറയുന്ന കാര്യങ്ങളല്ല കേട്ടാ. വീടാക്കണം എന്ന് മക്കളെക്കാൾ ഒരുപാട് എന്റെ മക്കൾ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കല്ലേ, നല്ലൊരു വീട്ടിൽ നിൽക്കണമെന്നും ഒരുപാട് ആഗ്രഹം അച്ഛനും ഇല്ലേ, അമ്മക്കും ഇല്ലേ? അമ്മേന്റെ വിഷമം തേച്ചു അച്ഛനോട് പറയും, മക്കളും അച്ഛനോട് പറയും. അച്ഛനല്ലേ ചെയ്യണ്ടേ, അച്ഛൻ ആരോടും പറയാനില്ല. വീടെല്ലാം ആവോടും കേട്ടാ. സൂപ്പർ വീടെല്ലാവും. ഇപ്പൊ സന്തോഷിച്ചിട്ട് ജീവിക്കുന്നില്ല നമ്മള്. അത് മതി. പഠിക്കാൻ ബാക്കി കുറച്ചും കൂടി പഠിക്കാനില്ല, നാളത്തെ ഹോംവർക്ക് ഇല്ലേ, അതൊക്കെ ചെയ്തിട്ട് കിടന്നു സന്തോഷത്തോടെ കിടന്നു കേട്ടാ. അങ്ങനെ വേദനിക്കുന്നവർക്കല്ലോ ഇനി അങ്ങനത്തെ ആവത്തൊന്നും എത്രയെന്ന് പ്രാർത്ഥിച്ചു കേട്ടാ.
എന്തെല്ലോ പറഞ്ഞു വിട്ടു. നമുക്കും വേണ്ട കേട്ടോ ഒരു വീട്. എൻ്റെ വിജി ആഗ്രഹം അവരെക്കണം ഇല്ലേ. എൻ്റെ മക്കൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം വെച്ച് മാത്രം പറഞ്ഞു. എന്നിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞൊന്നുമില്ല. അവരെ ആശ്വസിപ്പിച്ച് മാത്രം പഠിക്കും. നിന്നെക്കാളും മക്കളെക്കാളും ആഗ്രഹമാണ്. എന്നെ കൊണ്ട് പലപ്പോഴും പറ്റാനില്ല. പിന്നെ നമ്മളെക്കാളും താഴെ കണ്ട് പഠിക്കണം എന്ന് മക്കളോട് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഈ ചോറെടുത്ത് വെക്കാം.